അപ്പോൾ നമ്മോടൊപ്പം ഇടത് സഹയാത്രികൻ കൂടിയായ ശ്രീ റജി ലൂക്കോസ് ചേരുന്നുണ്ട്. റജി ലൂക്കോസ്, അതായത് നിരവധി കള്ളത്തരങ്ങളായിരുന്നു ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. അതിൽ ചെന്നിത്തലയും സതീശനും രണ്ട് വാദങ്ങളാണ് ഒരേ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. സതീശൻ പറഞ്ഞതിലെ ഒരു കള്ളത്തരം, ഈ മതിൽ കെട്ടി തിരിച്ചത് കോളേജിനായി, അതായത് പ്രയാഗ കോളേജിനായി, ആദിവാസി കുട്ടികൾക്കടക്കം പഠനം നൽകുന്ന കോളേജാണ്, ആ പ്രയാഗ കോളേജിനായി മതിൽ കെട്ടി തിരിച്ചത് ബ്രൂവറിക്ക് വേണ്ടിയായിരുന്നു എന്നാണ്. അത് പഞ്ചായത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് കൂടി അടയാളപ്പെടുത്തുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ കള്ളമാണ് ഇന്ന് പൊളിഞ്ഞു വീഴുന്നത്. ഇന്ന് കൈരളി ന്യൂസിനോട് പ്രയാഗ കോളേജിൻ്റെ ചെയർമാൻ തന്നെ വന്ന് പറയുന്നു, ബ്രൂവറിക്കായല്ല മതിൽ കെട്ടിയത്, അത് തങ്ങളുടെ കോളേജിന് വേണ്ടിയായിട്ടാണ് ആ മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള വസ്തു ഉള്ളത്, അത് പഞ്ചായത്തിന് വ്യക്തമായി അറിയാമെന്ന്. എന്താണ് ഇതിലെ പുറത്തെത്തുന്ന വസ്തുത ശ്രീ റജി ലൂക്കോസ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് BDSS രമേശ് ചെന്നിത്തലയും 2023 മുമ്പുള്ള അപസർപ്പ കഥകളുടെ ഒരു വേലിയേറ്റം ഉണ്ടായിരുന്നു. പച്ച നുണങ്ങളും അഴിമതിയാരോപണങ്ങളും. അത് അവർക്ക് 2022 അധികാരത്തിലേറാൻ വേണ്ടിയുള്ള കുറുക്ക് വഴിയാണെന്ന് അവർ കരുതി. അതിന്റെ തനിയാവർത്തനമാണ് ഇന്ന് ഇപ്പോൾ പാലക്കാട് നിന്നും ഈ OSS ബ്രൂവറിയെ കുറിച്ച് അവർ പുറത്തുവിട്ടിരിക്കുന്ന വ്യാജ ആരോപണങ്ങൾ. ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ ഇന്നുമായിട്ട് കൈരളി അത് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത കറക്റ്റാണ്. അവിടെ ഒരു കോളേജിന് വേണ്ടിയിട്ട് അവരുടെ അതിർത്തി മതിൽ കെട്ടിയിരിക്കുന്നതാണ് ഇവര് ഈ പറയുന്ന OSS കമ്പനി വാങ്ങിച്ചിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി ആരോപണമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എത്ര ദയനീയമാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയത്. കേരളത്തിലെ പ്രതിപക്ഷം ഇവിടെ വിഷയം ദാരിദ്ര്യത്തെ നേരിടുകയാണ്. അതാണ് ഇപ്പൊ അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവരെ വിരലിച്ചുകൊണ്ടത് ഇങ്ങോട്ടല്ല, വയനാട്ടിലേക്കും ആ കായംകുളം പോലുള്ള പ്രദേശങ്ങളിലേക്കാണ് സമീപകാലത്ത് അവർ വിരലിച്ചുകൊണ്ടത്. എന്താണ്, വയനാട്ടിൽ 2.25 കോടി രൂപ തട്ടിപ്പ് നടത്തിയ ഒരു MLA ഒളിവിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ താൽക്കാലിക ജാമ്യം കിട്ടിയിട്ടുണ്ട്. അയാളോടല്ലേ ചോദിക്കേണ്ടത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്താണ്, എന്നാണ് അഴിവെന്നുള്ളവരും. ഒരു പെൺകുട്ടിയുടെ കാര്യം ചെറിയ പരിക്ക് പറ്റിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പണപ്പിരിവ് നടത്തി 8 ലക്ഷം രൂപയായിട്ട് മുങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കള്ളക്കൂട്ടത്തിന്റെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് കേരളത്തിൽ വരുന്ന വികസനങ്ങളെ മാത്രമല്ല ഇന്നിപ്പോ MP രാജേഷ് അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ, അതായത് ഗെയിൽ പൈപ്പ് ലൈൻ അതിനെ എതിർത്തു, ദേശീയപാത വികസനം അതിനെ എതിർത്തു, കേരളയിൽ പോലെ വലിയൊരു സംരംഭം അതിനെ എതിർക്കാൻ പല ആൻറ്റി സോഷ്യൽ എലമെൻറ്റുകളെയൊക്കെ കൂട്ടുപിടിച്ച് അവിടേക്ക് കോൺഗ്രസ് നിന്നു. വികസന വിരോധമാണ് അവരുടെ പ്രധാന അജണ്ട എന്നത്. ഇവിടെയും അത് തന്നെയാണ്. കാരണം ആ പ്രദേശവാസികൾക്കടക്കം നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന വലിയൊരു സംഭവമാണ്. ഇന്നിപ്പോൾ മദ്യം ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന പണം സംസ്ഥാനത്തിനുള്ളിലേക്ക് വരികയാണ്. അതിനെ അട്ടിമറിക്കുന്നു. നിരവധി മലയാളികൾക്ക് ജോലി കിട്ടുന്നത് ഇല്ലാതാക്കുന്നു. വികസനം വരരുത്. തീർച്ചയായിട്ടും അതിനകത്ത് ഏറ്റവും ഭീകരമായ വസ്തുത എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും BDSS കൂടി കേരളത്തിൽ നിന്നിലേക്ക് ചെയ്തിരിക്കുന്ന പാതകള് എണ്ണിയാ തീരാത്തത്. നോക്കൂ, അവർക്ക് ഏറ്റവും പുതിയതായിട്ട് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമാണ് പല സ്ഥലങ്ങളിലുള്ള ഈ തുരങ്കപാത. കേരളത്തിനെ സംബന്ധിച്ചോളം മണിക്കൂറുകൾ താണ്ടി പലപ്പോഴും വാഹന ഗതാഗതം പോലെ തടയും താമരശ്ശേരി ചുരത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് താമരശ്ശേരിയിൽ നിന്ന് അടിവാരത്ത് നിന്ന് വയനാട്ടിലേക്കുള്ള പുതിയ തുരങ്കപാതയ്ക്കെതിരെ അവർ ശക്തമായ നിലപാടായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കേരളത്തെ കുറിച്ച് അജിംഷാദ് പറഞ്ഞതിനകത്ത് കുറച്ചുകൂടി വ്യാപ്തിയുണ്ട്. എന്താ വെച്ചാൽ കേരളയിൽ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും 50,000 പേർ തൊഴിൽ കിട്ടുന്ന 50,000 പേർക്ക് തൊഴിൽ. കൂടാതെ കേരളത്തിന്റെ വികസനം ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ജപ്പാൻ, ചൈന പോലെയുള്ള മറ്റു പല കുതിക്കുന്ന രാജ്യങ്ങൾ പോപ്പുലേഷൻ സ്ഥലത്തിൽ ഇത് അനിവാര്യമാണ്. മറ്റൊന്നും ചിന്തിക്കാനാവില്ല. അതെ, അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫെർട്ടൈൽ ലാൻഡുകളായ ജപ്പാനിലൂടെ 1961 മെയ് 5 ആദ്യത്തെ ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ കുതിക്കുന്നത്. ഇന്ന് ജപ്പാന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ ബുള്ളറ്റ് ട്രെയിനുകളാണെന്നുള്ളത് ജപ്പാൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ചൈനയെ നോക്കൂ, ചൈനയുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ബുള്ളറ്റ് ട്രെയിനിലാണ് യാത്രകള്. ഇപ്പൊ ചൈനയുടെ വികസനം കണ്ട കൊതി തോന്നി. ചൈന എന്ന് പറയുന്ന അമേരിക്കയിൽ പോലും പിന്തുണയ്ക്കൊണ്ട് ഏതാണ്ട് സമ്പദ്ഘടനയിലും ഭയന്ന് വിറയ്ക്കുന്ന ഒരു സാന്നിധ്യമാണ് ഇന്ന് ലോകത്ത് ചൈന. അതെ, ഇപ്പൊ ഈ OSS ബ്രൂവറിയെ കുറിച്ച് പറഞ്ഞാൽ OSS ബ്രൂവറി കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റിൽ 1ാം സ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് മധ്യപ്രദേശ്, കർണാടക അങ്ങനെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിച്ചതും ഭരിക്കുന്നതും അല്ലെങ്കിൽ മുമ്പ് ഭരിച്ചിട്ടുള്ളതുമായ ഒക്കെ സംസ്ഥാനങ്ങളിലൊക്കെ അവർ ഉണ്ട്, OSS ഉണ്ട്. ഇവിടെ മാത്രമാണ് അയിത്തം. അത് UPയിലെ നമ്പർ 1 ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഇവരുടെയാണ്, OSS. അതൊരു ഇന്റർനാഷണൽ എന്താ പറയുക, ഒരു സംരംഭമാണ്. ഇനി ഏറ്റവും രസമെന്ന് വെച്ചാൽ കേരളത്തിൽ വരുന്ന ഓരോ ബോട്ടിൽ മദ്യത്തിനും, അത് ബിയർ ആണെങ്കിൽ 10 രൂപ ട്രാൻസ്പോർട്ട് ചാർജ് വരുന്നുണ്ട്. 10 രൂപ. ആ 10 രൂപ ഏകദേശം 10 കോടി ബോട്ടില് മദ്യവും ബിയറുമായിട്ട് കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. UP, പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലും കർണാടകയിൽ നിന്ന് പോലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ബോട്ടിലും പ്ലാന്റാണ് വരുന്നത്. പിന്നെ ഇവരിപ്പോ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും കപടമായ ഒരു ആരോപണം എന്താ,
വാട്ടർ റിസോഴ്സസിനെ വെല്ലുവിളിക്കുന്നത്. അജിംഷാദ് ആലോചിക്കുക, കേരളത്തിലെ പൊതുബോധത്തെ ആക്ഷേപിക്കുകയല്ലേ. 44 നദികളിലെ വെള്ളം ഇവിടെ പാഴാക്കി കളയുക. 44 നദികളിലെ ലോകത്ത് ഇങ്ങനെ ഒരു പാഴാക്കി കളയുന്ന സ്ഥലമില്ല. എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഈ വെള്ളമായിട്ട് വന്ന അന്നേരം തന്നെ അവര് വഴി പറയും. കേരളത്തിൽ 15 കോടി ബോട്ടിൽ വെള്ളം ശുദ്ധജലം പാക്കറ്റ് ചെയ്ത് 20 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അതായത് ഏതുള്ള കേരളത്തിനുള്ളിൽ നിന്നുള്ള വെള്ളമാണ്. കൂടാതെ തന്നെ ഇപ്പൊ മുല്ലപ്പെരിയാറിലെ വെള്ളം പൈപ്പ് റോഡ് 4 ജില്ലകളിൽ വലിയ രീതിയിൽ 4 ജില്ലകളിൽ മനോഹരമായ കൃഷിയിടങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുന്നു. അവിടെ വിളയുന്ന പച്ചക്കറികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ കേരളത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്? അവിടാണ് പോലും മനസ്സിലാക്കേണ്ടത്. വാട്ടർ അതോറിറ്റിയാണ് ഇവർക്ക് വെള്ളം കൊടുക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഈ പറയുന്ന ഈ പഞ്ചായത്തിൽ ഈ സ്ഥലത്തു നിന്നും അവര് എന്താ പറയാ അവര് കുഴിച്ചെടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ 1500 ഏറ്റവും വലിയൊരു തമാശ ആദ്യം പറഞ്ഞിരുന്നത് ദില്ലി മോഡൽ മദ്യ അഴിമതി എന്നായിരുന്നു. അത് BJPയുടെയും ഒക്കെ വാദമാണ്. ദേശീയ കോൺഗ്രസിന് ആ വാദമില്ല ദില്ലിയുടെ കാര്യത്തിൽ. അരവിന്ദ് കെജ്രിവാൾ അടക്കം കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച BJPയുടെ തന്ത്രം അതായിരുന്നു. ആദ്യം ഈ വിരളി പൂണ്ട് വികസന വിരോധം പൂണ്ട് ഇവരെടുത്ത് ഇട്ടത്. പക്ഷേ അതിൽ നിന്ന് പയ്യെ പിന്മാറി. പിന്നീട് പറയുന്നു ഈ 99-ന് ശേഷം ഇത്തരത്തിൽ ഒരു സ്റ്റോപ്പ് സ്റ്റാറ്റ്യൂട്ട് നിലനിൽപ്പുണ്ട്. അതായത് സർക്കാരിൻ്റെ ഒരു സ്റ്റോപ്പ് മെമ്മോ ഉണ്ട്, കാരണം ഇത്തരത്തിൽ ബ്രൂവറി വേണ്ട എന്ന് പറയുന്ന വാദവുമായിട്ട് രംഗത്തെത്തുന്നു. പിന്നീടാണ് ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത്. അത് ജലസേചന വകുപ്പാണ് അവിടെ വെള്ളം നൽകുന്നതെന്ന്, വാട്ടർ അതോറിറ്റി ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതും പോയി. ഇപ്പോഴാണ് പുതിയ കാര്യങ്ങൾ വരുന്നത്. അല്ലാതെ തങ്ങൾ കൊണ്ടുവരുന്ന ആരോപണങ്ങൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത നുണകളാണെന്ന് റിസർച്ച് ചെയ്യുകയോ അല്ല റെഫറൻസിലൂടെ അല്ലെങ്കിൽ പഠിക്കാതെ കൊണ്ടുവരുന്ന ഈ അന്തരീക്ഷത്തിൽ പറയുന്ന ആരോപണങ്ങൾ ജനങ്ങളുടെ മുമ്പിലായി ഇടിഫിലാകുന്നതിന്റെ കുറ്റബോധമാണ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഒന്നാലോചിച്ചു. അതാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. എത്ര കിട്ടിയെന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. VD സതീശൻ എന്ന് പറയാനെന്ത് യോഗ്യതയുള്ളത്? എത്ര കിട്ടാത്തതിന്റെ പരിഭവമാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് നിരാശയിൽ ഈ പാർട്ടി ഈ പ്രതിപക്ഷത്തോട് ജീവിക്കുന്നത്. അതിന്റെ വലിയ രീതിയിലുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ അവർ അരട്ടേക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഇവർ കൊണ്ടത് എന്തൊരു പരപ്പാവോ? വിരൽ തമ്മിൽ വിവരസാങ്കേതിക വിദ്യയുള്ള ഈ നാട്ടിൽ ബ്രൂവറി എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് പഠിക്കാതെ കൊണ്ട് ഇവരെന്തെല്ലാം രീതിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഗൂഗിൾ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ആരോപണം ഉന്നയിക്കാനുള്ള യാതൊരു ധാർമ്മികതയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകത്തില്ല. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് അജിംഷാദ് കേരളം തിരിച്ചറിയേണ്ട, കേരളത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേരള വിരോധിയാണ്, കേരള വികസന വിരോധിയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല അത് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല വേറെ കൗതുകം പറയാം. സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒരു മാവേലിക്കാരൻ സാധാ തിരിച്ചു വളർന്ന ഒരു എഞ്ചിനീയർ അമേരിക്കയിൽ പോയി അദ്ദേഹത്തിന് റിസർച്ച് കൊണ്ട് കണ്ടുപിടിച്ച് കോവിഡ് കാലത്ത് ഒരു സംരക്ഷണം പറയുമായിരുന്നു നമ്മുടെ സ്പ്രിംഗ്ലർ. അന്ന് ഈ മനുഷ്യനെ കുറിച്ച് VD സതീശൻ പറഞ്ഞത് അതൊരു ഓട്ടോറിക്ഷക്കാരന്റെ മകനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. തന്നെയുമല്ല രമേശ് ചെന്നിത്തല ആരോപണമായിട്ട് വന്നപ്പോൾ താൻ വെറുതെ ഇരുന്നാൽ തന്റെ സ്ഥാനം തെറിക്കുമോ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ഓടിക്കുന്ന ഭയത്തിലാണ് കണ്ണു അടച്ചുകൊണ്ട് ഈ ബ്രൂവറിയുടെ ആരോപണമായിട്ട് ഈ VD സതീശൻ എത്ര ഗതികേടാണ് ഈ നേതാക്കന്മാർ. പാലക്കാട് CPIMന്റെ ജില്ലാ സെക്രട്ടറി അതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർ തമ്മിലുള്ള തർക്കമാണ്, പ്രതിപക്ഷ നേതാവിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമാണെന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. പാലക്കാട് ജനങ്ങള് പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ മനസ്സിലാക്കി ഈ നേതാക്കന്മാർ കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള വികസനത്തിന് അള്ളു വെക്കുന്ന പാര വെക്കുന്ന നിങ്ങൾ അവിടെ അണിനിരങ്ങണം. ഏതെങ്കിലും 1-2 കോൺഗ്രസ്സുകാരോ BJPക്കാരോ സമരമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യണവരെ. ഇനി ഇങ്ങനെ പോയില്ല. കേരളം വലിയ കഥയിൽ ഇതിനകത്ത് വേറൊന്നുണ്ട്, നമുക്ക് സംശയിക്കാം. ഈ പറയുന്ന മദ്യലോബി ഇതിനെ ചെയ്യുന്ന മദ്യലോബിക്കാരും മറ്റു ബ്രൂവറിക്കാരും കർണാടകയിലെ മഹാരാഷ്ട്രയിലൊക്കെ ഉള്ളവര് ഒരുപക്ഷെ ഇവരെ കാണാൻ ശരിയാണ്, അതടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിന് വരുമാനം എന്തായാലും ഇവിടെ മദ്യം നിരോധിച്ച സംസ്ഥാനമല്ല, മദ്യം എന്തായാലും ഇവിടെ എത്തുന്നുണ്ട്. അപ്പം ആ മദ്യ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ പരമാവധി ആനുകൂല്യങ്ങൾ ഇവിടെ ലഭിക്കുന്ന തരത്തിലേക്കായാൽ അത് ഈ സംസ്ഥാനത്തിനാണ് ഗുണം. പക്ഷേ നഷ്ടമാകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മദ്യം ഇറക്കുമതി ചെയ്യുന്ന മുതലാളിമാർക്കാണ്. അവർക്ക് വേണ്ടിയാണോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന മറുചോദ്യം ഉണ്ട്. അത് ശരിയാണ്, യുക്തിഭദ്രമാണത്. 100% സത്യമല്ലേ അജിംഷാദ്. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് കേരളത്തില് ബോട്ടിലിംഗ് പ്ലാന്റ് വന്നാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബോട്ടിൽ ചെയ്യപ്പെടുന്ന ഈ ബിയറും മദ്യവും പറയുന്നത് കേരളത്തിലെ ബീവറേജ് കോർപ്പറേഷൻ മാത്രമല്ല, പോർഷൻ പോകുന്നത് കർണാടകയിലേക്ക്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തേക്ക്. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടുന്ന ടാക്സ് എത്ര കേരളത്തിന് കിട്ടുന്നത്? കർണാടക സർക്കാർ കൊടുക്കുന്നതും മഹാരാഷ്ട്രയ്ക്ക് UPക്കും പഞ്ചാബിനും കൊടുക്കുന്ന ടാക്സ് കേരളത്തിലേക്ക് ഒഴുകുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ഈ നാടിന്റെ വികസന സങ്കല്പങ്ങൾക്ക് അതീതമല്ലേ? ഈ മറ്റൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ വെള്ളത്തിന്റെ പ്രത്യേകത കാണണം. അതായത് കേരളം വിട്ടിന് വെളിയിൽ ഉള്ള വെള്ളവും കേരളത്തിന്റെ വെള്ളവും തമ്മിലുള്ള
പിന്നെ എന്താ പറയുക ക്വാളിറ്റി എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ ക്വാളിറ്റി ലോകത്തിനോടൊപ്പം കടപിടിക്കുന്ന നല്ല വെള്ളത്തിലുള്ള മിനറൽസുകളുടെ ഘടന അല്ലേ, മിനറൽസിന്റെ അളവിൽ അതന്നെ ശുദ്ധജലം ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രകൃതിയാലുള്ള ശുദ്ധജലം കേരളത്തിലാണ് കിട്ടുന്നത്. ഇതിപ്പോ എവിടെയുള്ള പ്രാകൃത വെള്ളത്തിൽ ഉണ്ടാക്കുന്ന മദ്യമാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ബിയർ ഉത്പാദിപ്പിക്കുന്ന മൊളാസിസിനെ കുറിച്ച് അവരെ വിട്ടുതരം മതി. ലോകത്തിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ഒറ്റ വ്യക്തി ഒരു അക്ഷരം പോലും പെട്ടതില്ല. കേരളത്തിൽ അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു. ഈ പിന്നെ വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും ഒറ്റ ചോദ്യം ചോദിക്കാം. ഒറ്റ കാര്യം, കേരളത്തില് വലിയ രീതിയിൽ വിളവെടുക്കുന്ന കപ്പ, മരച്ചീനി എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു അല്ലെങ്കിൽ കാർഷിക ഇന്ന് സേലം, ഈറോഡ് പോലുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. എന്തിനാ? അത് ഈ ബീറും മദ്യം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അത് കേരളത്തിലെ കർഷകരിലൂടെ വിളയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ കപ്പ കൃഷിക്കാരുടെ, പ്രത്യേകിച്ച് മരച്ചീനി കൃഷിക്കാരുടെ കിട്ടുന്ന ലാഭം എത്ര വലുതായിരിക്കും. അങ്ങനെ പൈനാപ്പിള്, അതായത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് പോലും ഇതുപോലെയുള്ള വളർച്ച വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതായത് ലുലു മാളിനെ കുറിച്ച് ഇവിടെ കുറെ ഓൺലൈൻകാര് വർഗീയപരമായ ശത്രുതയുടെ പേര് യൂസഫിനെ ആക്രമിച്ച് പറയാനാ പറഞ്ഞ് കേരളത്തിലെ കാർഷിക മേഖലകളെ, കേരളത്തിലെ ചെറുകിട കൃഷിക്കാർ നശിച്ചു പോകും. പക്ഷെ സത്യം എന്താ, കേരളത്തിലെ കൃഷിക്കാരുടെ അടുത്തൊന്നും ഈ ഗ്രാമീണ പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് തങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു ഇടമായിട്ട് ലുലുമാൾ മാറിയപ്പോൾ ഇപ്പോൾ ഇവർക്ക് മറുപടിയില്ല ഈ വർഗീയവാദികൾക്ക്. എന്താ കാരണം? കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള പർച്ചേസിംഗ് നേച്ചർ, അന്തർദേശീയ ക്വാളിറ്റികൾ, നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീ പോലെയുള്ള ഉത്പാദിപ്പിക്കുന്ന ക്വാളിറ്റിയുള്ള ഫുഡ് ഐറ്റംസ്, മറ്റു പ്രോഡക്റ്റുകൾ, നമ്മുടെ കാർഷിക മേഖലയുടെ വിളകളൊക്കെ യൂസഫലിയുടെ പിന്നെ നമ്മുടെ ലുലു മാളിലേക്ക് അവരുടെ പർച്ചേസിംഗ് സെക്ഷൻ കൃത്യമായ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിന് വലിയ രീതിയിലുള്ളൊരു പ്രയോജനമല്ലേ നാട്ടിലെ ആൾക്കാർക്ക് കിട്ടുന്നത്. അതൊന്നും മനസ്സിലാക്കാതെയാണ് കേരളത്തിൽ കുറെ ആളുകൾ ായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതാണ് കേരളം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ശാപം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അടുത്ത പ്രാവശ്യവും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് പിന്നെ ഒരു 100-ലേറെ സീറ്റ് കിട്ടുന്നുള്ള ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ഇവരെ ഒരിക്കലും കേരളം ഭരണത്തിൽ ഏൽപ്പിക്കുന്നില്ല. ഇവരെ ഭരണത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളം മുച്ചൂടുന്നവർക്കും കട്ടുമുടിക്കും കേരളം. കാരണം കടുമട്ട മന്ത്രിസഭയിൽ ലോകത്തിൽ ആദ്യമായിട്ട് പേരെടുത്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ കുറിച്ചാണ്. അപ്പൊ അതിന് ജനങ്ങൾ ഒരിക്കലും തങ്ങളെ അവസരം തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം പഴകി ദ്രവിച്ച ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഈ പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുക. രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളിൽ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്ക, ഇദ്ദേഹം എന്താണ് കൊണ്ടിരുന്നത്, എന്ത് ഭാരമാണ് കേരളത്തിനോട് കൊണ്ടിരുന്നുള്ള ഒരു ആശങ്കയിലാണെന്ന് ഇത് പറഞ്ഞ നേതാക്കന്മാരെ കാണുന്നത്. ഞാൻ അത്ഭുതപ്പെടുന്നത് വേറൊന്നാണ്, വി ഡി സതീശനെ പോലൊരു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന അട്ടർലി വിഡ്ഢിത്തരമായിട്ടുള്ള ആരോപണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി 3 സ്റ്റെപ്പ് പുറകോട്ട് പോയി. ആദ്യം ചോദിച്ചു എത്ര കിട്ടുമെന്ന് പറയാൻ പറഞ്ഞു. അത് നേരെ തിരിച്ച് ബഹുമാനപ്പെട്ട MP രാജേഷ് മന്ത്രി ഇന്ന് ചോദിച്ചു, ഇന്നലെയായിട്ട് ചോദിച്ചു. അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. രണ്ടാമത്തെ ആരോപണം എന്ന് പറഞ്ഞാൽ വെള്ളത്തെ കുറിച്ചുള്ള ആരോപണമാണ്. വെള്ള ദൗർലഭ്യം ഉള്ളതായിട്ട് കേരളത്തിൽ ദൗർലഭ്യം ഉണ്ടാകുന്നതിന് കാരണം എന്തുകൊണ്ടാ? കേരളത്തിലെ സകല പദ്ധതികൾക്ക് ഇവരെതിരെ നിൽക്കുന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കേരളം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സർപ്ലസ് ആയിട്ടുള്ള വാട്ടർ റിസോഴ്സ് ഉള്ള ഒരു സംസ്ഥാനമായിട്ട് മാറണം. കേരളത്തിന്റെ വെള്ളം ശുദ്ധജലം എക്സ്പോർട്ട് ചെയ്താൽ പോലും ലോകത്തിന് മുമ്പിൽ കേരളം വലിയ സമ്പന്ന രാജ്യമായിട്ട് മാറും. ഫിജി എന്ന് പറഞ്ഞ ഒരു രാജ്യം ഞാൻ യാത്ര ചെയ്തിട്ടുള്ള അവിടുത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വാട്ടറാണ്. വെള്ളമാണ്. വെള്ളം കൊണ്ടാണ് അവർ സമ്പന്നം. വെള്ളം നല്ല ശുദ്ധജലം അവർ ബോട്ടിലാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പാഴാകുന്ന വെള്ളം എവിടെയെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവരെതിർക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. അതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ആതിരപ്പള്ളി പ്രോജക്റ്റിലെ വൈദ്യുതി പ്രോജക്ട് പാഴായി പോകുന്ന വെള്ളം അത് വൈദ്യുതിയായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു ഇലയ്ക്ക് പോലും ക്ഷീണമില്ലാതെ കൊണ്ടുവരാണ് ബഹുമാനപ്പെട്ട എം എം മണി മന്ത്രിയായത് കൊണ്ട് ആ പ്രോജക്റ്റിനെതിരെ യുദ്ധപ്പെട്ടിയാണ് നടത്തിയതാരാ? ഈ രമേശ് ചെന്നിത്തലയാണ്. അവിടെയാണ് ശ്രീ റജി ലൂക്കോസ് ഈ MP രാജേഷിന്റെ വാക്കുകൾ പ്രസക്തമാക്കുന്നത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് റജി ലൂക്കോസ്.